ഹലോ ഗൈസ്, സുഖല്ലേ? കുറെ ആയി പായസം വെച്ചിട്ട്. അപ്പൊ ഒന്ന് പായസം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പാല് ഒഴിച്ചിട്ട് പാലട ഇട്ടിട്ട് നല്ല പാങ്ങിലടെ ഇളക്കിക്കൊണ്ട് നിന്ന്. ഇതാണെങ്കിൽ കുറെ ഇളക്കി 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 നിൽക്കണം. കാരണം ഇത് കുറുകിയിട്ടാകുമ്പോ അതിന്റെ ഒരു മജ കിട്ടും. അപ്പന് പഴയ പടമെല്ലാം കണ്ടിട്ട് ചിരിച്ചോണ്ടുണ്ട്. പഴയ പടങ്ങൾ കാണാൻ ഭയങ്കര രസമല്ലേ. ഈ പായസം കുറുകി കുറുകി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിന്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ എടുത്തിട്ട് കുടിക്കാൻ തുടങ്ങിട്ടാ. അമ്മനെ മജനല്ലേ. അപ്പന് പായസം ബ്രെഡും കൂട്ടിട്ട് അടിക്കുന്നുണ്ട്. നല്ല ഇഷ്ടപ്പെട്ട് തോന്നുന്നു. അടിക്കട്ടെ. നമ്മൾ ആശാൻ പറഞ്ഞ് നാളെ ഉണക്കച്ചമ്മീൻ കറി വെച്ചാലോ എന്ന്. ആശാന്റെ റെസിപ്പി ആണ് കേട്ടാ. തേങ്ങ ഇട്ട് മുളക് 4-5 ചെറിയ ഉള്ളി ഇട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ചൂടായ ചട്ടിയിലേക്ക് എണ്ണ വെച്ചിട്ട് കടുക് ഇട്ടിട്ട് കടുവറ കടുവറ കടുവറ. അതിലേക്ക് കുറച്ച് പച്ചമുളകും കരിയാമ്പലും പിന്നെ ഉണക്കമുളക് ഇട്ടിട്ട് നല്ല പാങ്ങിൽ അവിടെ ഇളക്കിക്കൊണ്ട് വെക്കുക. അതിനുശേഷം നമ്മൾ ഉള്ളി ഉണ്ടല്ല, ഉള്ളി ഇടുക. അതിനുശേഷം നല്ല പാങ്ങിൽ ഇളക്കിക്കൊണ്ട് വെക്കുക. കാരണം ഉള്ളി വാടി കിട്ടണം. ഉണക്കച്ചമ്മീൻ ഇപ്പുറത്തെ ചട്ടിയിലിട്ടിട്ട് ചെറുങ്ങനെ ഒന്ന് ചൂടാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. അത് പിന്നെ എടുത്തിട്ട് എന്താക്കാം, നമ്മൾ തേങ്ങ നേരത്തെ എടുത്ത് വെച്ചില്ല, അതിലേക്ക് കുറച്ച് ഇട്ടിട്ട് നല്ല പാങ്ങിൽ മിക്സിയിൽ ഇട്ടിട്ട് അടി. പിന്നെ ഒരു തക്കാളി ചെറുങ്ങനെ ഒന്ന് വാട്ടിയെടുക്കുക. അതിനുശേഷം നമ്മൾ അരച്ച മാവുണ്ടല്ലോ അത് ഒഴിച്ചിട്ട് കുറച്ച് പുളിവെള്ളം ഒഴിക്കുക. ഇല്ലെങ്കിൽ മാങ്ങാറ്റം ആണെങ്കിൽ ഇടാട്ടോ. മാങ്ങ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കുറച്ച് തിളച്ചതിന് ശേഷം 2-3 തക്കാളിയും കൂടി അതിൽ അരിഞ്ഞിട്ട് ഇടാട്ടാ. പിന്നെ നമ്മൾ ഉണക്ക ചെമ്മീൻ ഉണ്ടല്ലോ അത് കൂട്ടി കടുവും കറിവേപ്പിലെല്ലാം കാച്ചിട്ട് ഒഴിച്ചാൽ സതീഷ് ചെമ്മീൻ കറി റെഡി. രാത്രിയിലേക്ക് അജ്മല് നല്ല ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ കൂടെ നല്ല പൊറോട്ടയും ചൂട് പൊറോട്ടയും നല്ല ചൂട് ബീഫ് കറിയും. എങ്ങനെയുണ്ട്? അതും നല്ല മജയിൽ തോന്നിട്ട് നമ്മള് കിടന്നിട്ടാ. അപ്പൊ ഓക്കെ, ബൈ.